ഈ നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോഴും കഴിഞ്ഞുപോയ കാലഘട്ടത്തെക്കുറിച്ചൊന്നും ഓർക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. പണ്ട് ആനപ്പുറത്തിരുന്നെന്ന് കരുതി ഇപ്പോൾ തഴമ്പ് നോക്കിയാൽ എവിടെ കാണാനാ? അത്താഴപ്രശ്നിക്കാരുണ്ടോ? 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 എന്റെ ഭഗവതിയെ, അമ്മോ, ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്ന? വീട്ടിൽ പോക്കൂടെ? എന്താ അങ്ങോട്ട് പോന്നേ? എന്താന്ന്? എന്റെ സാവിത്രിക്കുട്ടി, ഈ നാട്ടില് നമ്മള് മാത്രമല്ല അത്താഴപ്രശ്നിക്കാരെ, എല്ലാവരും അത്താഴപ്രശ്നിക്കാരാ. നാം വെറുതെ ചോദിച്ചെന്നുള്ളൂ. പെട്ടൂന്ന് പറഞ്ഞാ മതി എന്റെ ഭഗവതിയെ. ശിവശിവ. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗ. അല്ല, ഇതാരെ കോരണോ? വന്നല്ലോ താൻ തോന്നി. ദ്വാപര ചന്ദ്രിക ദ്വാരകാപുരി എവിടെ? ആമേ മുകുന്ദ ഹരേ ജയ ശൗരി സന്ദാവയാരെ മുരാരേ. നീലക്കുഴൽ വേളി എൻ്റെ നെഞ്ചിലെന്നാത്മപ്രണാമം. ഹായ് കോരൻ, ബലേ ബേഷ്, ഹസ്ലായിരിക്കണു. ഇങ്ങോട്ട് കിടക്ക. എന്താ ഇനി കാണിക്കണേ? അവിടെ കിടക്കാനല്ല നാം നിന്നോട് പറഞ്ഞത്. ഇങ്ങനെ കിളന്ന് വരിക. കാണിക്കണ കണ്ടില്ലേ വഷളൻ? കിടന്ന് ഉരുണ്ടു വരാനല്ല നാം നിന്നോട് പറഞ്ഞത്. ഇങ്ങനെ നടന്നു വരിക. കളിക്കണ്ടില്ലേ വഷളൻ? വിവരമില്ല. വന്നോളൂ വന്നോളൂ വന്നോളൂ, കേറി വന്നോളൂ. അവിടെ ഇരിക്ക. അങ്ങോട്ട് നീങ്ങിരുന്നോളൂ അമ്പ്ര, അങ്ങോട്ട് നീങ്ങിരുന്നോ. ഇത് നാം നിന്നോട് സ്ഥിരം പറയുന്നതല്ലേ? ഇപ്പോ നീ നമ്മോട് പറയാൻ മാത്രം വളർന്നോ? ഏനൊരു ആഗ്രഹം പറഞ്ഞോളൂ അമ്പ്ര. അവിടെ ഇരിക്ക. അമ്പ്ര, അമ്പ്രാന്റെ മകാന്റെ കെട്ടിയോള് പ്രസവിച്ചെന്ന് കേട്ടല്ലോ അമ്പ്ര. രസികൻ, അതൊക്കെ അറിഞ്ഞുവല്ലേ? പ്രസവിച്ചു, ശരിയാണ്. നല്ല തങ്കം പോലത്തെ ഒരു കുട്ടി. പക്ഷെ ആ കുട്ടിക്ക് നെഞ്ചത്ത് തട്ടുന്ന ഒരു പേരിടാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് വിഷമം. അമ്പ്ര, നെഞ്ചി തട്ടുന്ന പേരിന്റെ കാര്യോർത്ത് അമ്പ്ര വിഷമിക്കണ്ട. എന്റെ കയ്യിൽ ഒരു നല്ല പേരുണ്ട് അമ്പ്ര. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ബനിയനെന്ന് ഇട്ടാ മതി അമ്പ്ര. അതാവുമ്പോ നെഞ്ചത്തി തട്ടിക്കിടന്നോളൂ അമ്പ്ര. കോശവൻ, അങ്ങനെ നീങ്ങിരിക്ക. അമ്പ്ര, നമ്മുടെ അമ്പലത്തിലെ എന്നാ അമ്പ്ര ഉത്സവം? നമ്മുടെ അമ്പലത്തില് ഉത്സവം നടത്തണമെങ്കില് മഴയ്ക്കാവിലെ വാളം ചിലമ്പും ഇവിടെ കൊണ്ടുവന്നാലേ ഉത്സവം നടത്താൻ പറ്റൂ. അമ്പ്ര, അമ്പ്രാനപ്പ വാളും ചിലമ്പേ പോയി ചോദിച്ചൂടെ അമ്പ്ര? എടോ ഏഭ്യ, മോൻ പോയി ചോദിച്ചതാണ്. ചോദിച്ചപ്പോ തന്നെ അവര് വാള് വെച്ചു. അപ്പൊ അമ്പ്രാനത് എടുത്താ പോരായിരുന്നു അമ്പ്ര. കൊശവൻ, ആ വാളല്ല, വെള്ളമടിച്ച വാള് വെച്ചു. പിന്നെ അലമ്പും ഉണ്ടാക്കി. നോം ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ അമ്പലത്തിന് ഉത്സവം വന്നിരുന്നെങ്കില് മട്ടന്നൂരിന്റെ ആ തായമ്പ് അങ്ങനെ കേക്കായിരുന്നു. ബഹു കേമായിരുന്നേ അമ്പ്ര. മട്ടന്നൂരിന്റെ തായമ്പകത്തേക്കാൾ ഭേദേ ചിക്കന്നൂരിന്റെ തായമ്പകോട് അമ്പ്ര. അതാവുമ്പോ കാശ് കുറച്ചു കൊടുത്താ മതി അമ്പ്ര. ഏഭ്യൻ, വഷളൻ, കൊശവൻ, അങ്ങനെ മാറിയിരിക്ക. കൂടി ഇതങ്ങോട്ട് പിടിച്ചങ്ങോട്ട് വീശിക്കോളൂ. അതൊക്കെ അച്ഛൻ തിരുമേനിയുള്ള കാലം. തേനിയിലേക്ക് കമ്പത്തിന് പോവായിരുന്നു. തേനീനെ കൊണ്ട് കമ്പത്തിന് പോകാം. തേനി അമ്പലത്തിൽ കമ്പത്തിന് പോവായിരുന്നു അച്ഛനും നാമും കൂടി. ഓ, ഭൂകമ്പം. ഭൂകമ്പം അല്ലേ ഏഭ്യൻ വഷളൻ? തേനിയിലെ കമ്പം. അവിടെ നളചരിതൻ 4-ാം ദിവസം കഥകളി ഉണ്ടാകാറുണ്ട്. ബഹു കേമാണ് ഓരോ മുദ്രകളും. നളനും തെമേന്നും കൂടി കാണിക്കുന്ന ആ മുദ്രകൾ കണ്ടിട്ടുണ്ടോ? എന്താ മുദ്രകള്? ആ മുദ്രകൾ കണ്ടിട്ട് നാം അന്താളിച്ചിരുന്ന് പോയിട്ടുണ്ട്. അമ്പ്രാന് മുദ്രകൾ കണ്ടാ മനസ്സിലാവും അമ്പ്ര. അറിയില്ലാലോ, അതല്ലേ അന്തം വിട്ടത്.
അമ്പ്രാൻ ഇപ്പൊ കാണിച്ച മുദ്ര കണ്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് അറിയാം അമ്പ്ര. കുളത്തില് പെണ്ണുങ്ങൾ കുളിക്കാൻ പോകുമ്പോ ഒളിഞ്ഞു നോക്കാറില്ല, അതുപോലെ ഉണ്ടായിരുന്നു. ചപ്പൻ അങ്ങനെ മാറിയിരിക്ക, വിവരമില്ല, വെറുതെ അങ്ങനെ പറയാ. അമ്പ്ര ഉത്സവത്തിന് അല്ല അമ്പ്ര, അമ്പലത്തിന് ഇപ്പൊ ഇടക്ക കൊട്ടുന്ന ആള് വരുന്നില്ല അമ്പ്ര. ഇടക്ക് കൊട്ടുന്നിടത്തുണ്ടായിരുന്നു, അവൻ ഇടക്കിടക്കൊക്കെ വന്ന് കൊട്ടാറുണ്ട്. പക്ഷെ ഇപ്പൊ അവൻ ഏതോ ഗാനമേളയ്ക്ക് കൊട്ടാ പോകുന്നു അറിഞ്ഞത്. പിന്നെ മാല കെട്ടുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, ഒരു ഉണ്ണി, അവൻ ഇപ്പൊ അങ്ങനെ കാണാറില്ല. അവൻ ഇനി വരില്ല അമ്പ്ര. അവൻ റോട്ടിലൂടെ പോയി ഏതൊരു പെണ്ണിന്റെ മാല പൊട്ടിച്ചു കൊണ്ടുപോയെന്നും പറഞ്ഞ് അവനെ പോലീസുകാര് പിടിച്ചുകൊണ്ടുപോയി അമ്പ്ര. എന്റെ ദേവിയെ, നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓംബ്ര, എനക്കൊരു ശത്രു സംഹാര പുഷ്പാഞ്ജലി വേണം അമ്പ്ര. അതിനെന്താ നടത്താലോ, നാളും പേരും കൂടെ പറഞ്ഞോളൂ. ഓംബ്ര, ചോതി ഭരണി അമ്പ്ര. ചോദ്യം പറഞ്ഞില്ലോ. ചോതി ഭരണിയിലല്ല അമ്പ്ര, ചോതി ഭരണി അമ്പ്ര. കാർത്തിക വിശാഖ പുണർന്ന അമ്പ്ര. വിശ്വാസത്തെ പുണർന്നോ അമ്പ്ര? എന്നെ അമ്പ്ര ഈ പറയണേ? ശരിക്കും നാളും പേരും കൂടെ പറയാ. ചേപ്പൻ കാർത്തിക ചോതി ഭരണി അമ്പ്ര, അത്ര ഉള്ള അമ്പ്ര. ഇവർക്കൊക്കെ നീ എന്തിനാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുന്നത്? അമ്പ്ര, ഇവരൊക്കെ എന്റെ ശത്രുക്കൾ അമ്പ്ര. അമ്പ്ര, എന്റെ കൃഷി മൊത്തം നശിച്ചു പോയായിരുന്നു അമ്പ്ര. നാം അറിഞ്ഞായിരുന്നു നിനക്ക് പഞ്ചായത്തിൽ ചെന്ന് പരാതി പറയാറുന്നില്ലേ, എന്തെങ്കിലും ദമ്പടി കിട്ടിയാനെ. അമ്പ്ര, ഞാൻ പഞ്ചായത്തിൽ പോയത് അമ്പ്ര. എന്നിട്ടോ? അവിടെ ചെന്ന പാപ്പീതിര് പറയാമ്പ്ര, ഈ ഒരു കാര്യം ചെയ്യ്, കളക്ടർ ഓഫീസിന്റെ അടുത്ത് പോയിട്ട് സ്വഭാവ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ. ഞാൻ കളക്ടർ ഓഫീസിന്റെ അടുത്ത് എന്ത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ചോദിച്ച അയാളുടെ, അപ്പൊ അയാള് പറയുവാ എന്റെ വേണേ തരാ, പുള്ളിയുടെ തരൂല്ലെന്ന്. ശുംഭൻ വഷളൻ, അയാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്, നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അയാളുടെ അടുത്തുനിന്ന് മേടിക്കാനാ പറഞ്ഞത്. അത് കഴിഞ്ഞ് ആഫീസർ അടുത്ത് ചെന്നപ്പോ ആഫീസർ പറയാ ബ്ലോക്കിലേക്ക് ചെല്ലാൻ. ഞാൻ അവിടെ ബ്ലോക്കിൽ ചെന്ന് നിന്നപ്പോ വണ്ടി മൊത്തം ബ്ലോക്കായ പോലീസുകാരെല്ലാം കൂടി എന്റെ നെഞ്ചത്തോട്ട് കയറും. എടോ ശപ്പ, ആ ബ്ലോക്ക് അല്ല, ബ്ലോക്ക് ഓഫീസറെ ചെന്ന് കാണാനാ പറഞ്ഞത്, വിവരമില്ലാത്ത കൊശവൻ. അത് പിന്നീട് അമ്പ്ര മനസ്സിലായത്. അത് കഴിഞ്ഞ് ആഫീസറുടെ അടുത്ത് ചെന്നപ്പോ ആഫീസർ പറയുക റേഷൻ കാർഡിന്റെ മുമ്പിലത്തെ പേജും പുറകിലത്തെ പേജും കൊണ്ടുവരാൻ പറഞ്ഞ അമ്പ്ര. ഞാൻ ഇതും കീറി പറിച്ചുകൊണ്ട് ആഫീസറുടെ അടുത്ത് ചെന്നപ്പോ ആഫീസർ ചോദിക്കുക റേഷൻ കാർഡ് എവിടെയാണെന്ന്. പിന്നെ ഞാൻ എന്ത് അമ്പ്ര? കാശ് കിട്ടിയോ? ഇത് കഴിഞ്ഞ് റേഷൻ കാർഡും കൊണ്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആഫീസർ കാശ് ചോദിച്ചമ്പ്ര. കാശ് ഞാൻ ആഫീസർക്ക് കൊടുത്ത് ഇത് പോലീസുകാര് കണ്ടുവന്ന് ആഫീസറെ പിടിച്ച് കൈക്കൂലി മേടിച്ചെന്നും പറഞ്ഞോണ്ട് പിന്നെ ആഫീസർ പുറത്തോട്ട് പോരാൻ വേണ്ടി പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്ത് അമ്പ്ര. അങ്ങനെയാണ് അമ്പ്ര ആഫീസറെ വിട്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിനക്ക് പണമൊന്നും കിട്ടിയില്ല. കൃഷി നശിച്ച് പണവും പോയമ്പ്ര. അസലായിരിക്കണു. മണ്ടന്മാരെന്ന് പറഞ്ഞാലേ ഇത് ഓർത്തൊരു മണ്ടരായിരിക്കണം. പക്ഷെ രാവുത്തക്കുട്ടി, ഈ കോരൻ ആളൊരു കേമനാട്ടോ. അതെ, നല്ലൊരു സംഗീതജ്ഞനാണ്. എല്ലാ സ്വരസ്ഥാനങ്ങളും ഹൃദയസ്ഥമാക്കിയ വിദ്വാനാണ് കേട്ടോ. ഇങ്ങനെ പാടി മഴ പെയ്ച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കേട്ടാലോ? അതെ, ഞാൻ പാടിയപ്പോ എങ്ങാണ്ട് മഴ പെയ്തായിരുന്നു അമ്പ്രാട്ടി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? രാത്രിക്കുട്ടി, പോയിട്ട് ആ ശങ്കരനെ പാക്കരനെ വിളിച്ചിട്ട് തമ്പുരും മൃദംഗം എടുത്തോളാൻ പറയൂ. വരണു. നമുക്ക് അങ്ങോട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. ഹൈ, അവളെ പിടിക്കുന്ന കാര്യമല്ല, ഇവിടെ ഇരിക്കൂ, ഇവിടെ ഇരുന്നൊരു പിടി പിടിക്കാം. ഒരു കലക്കങ്ങട് കലക്കാം. ഹൈ, എത്തിയല്ലോ. വാനരന്മാരെ ഇരിക്ക, ശ്രുതി ഇട്ടോളൂ, 4-ാം ഘട്ടം ഇങ്ങനെ പിടിച്ചോളൂ. ആയിക്കോട്ടെ, അങ്ങോട്ട് പാടുക. ദേവസവാദലം രാഗിലമാകുവനാദമയൂകമേ സ്വാഗതോ സ്വാഗതോ. ദേവസഭാതലം രാഗിലമാക്കുവനാദമയൂകമേ സ്വാഗതം സ്വാഗതം. സരിഗമ പദനി സരിഗമ പദനി സരിഗമ പദനി സരിഗമ പദനി പണ്ടാരം പണ്ടാരോ അല്ല ഗാന്ധാരം.
പഞ്ചമം വസന്ത കോകില സ്വയം സ്വയം വസന്ത കോകില സ്വയം ശബ്ദം മദ്യം. അത് ഞാൻ കഴിക്കൂല അല്ല, മദ്യമം. മധ്യമം മധ്യമം മദ്യപാന മധ്യമം വസന്ത കോകില മധ്യമം കക്ഷം താ താ. അങ്ങോട്ട് കൊടുക്കാൻ അത് തരാനല്ല പറഞ്ഞത്. തി, ത, ത, കിത്തക്ക്, കിത്തക്ക്. ആനന്ദനന്ദം അനന്തനന്ദം ആനന്ദനന്ദം അനന്തനന്ദം ആനന്ദനന്ദനന്ദം അനന്തനന്ദം ആനന്ദനന്ദനന്ദം അനന്തനന്ദം ആനന്ദനന്ദം അനന്തനന്ദം ആനന്ദനന്ദം അനന്തനന്ദം ആനന്ദനന്ദം അനന്തനന്ദം ആനന്ദനന്ദനന്ദം അനന്തനന്ദം ആനന്ദനന്ദനന്ദം അനന്തന ആനന്ദനന്ദനന്ദം അനന്തനന്ദം ആനന്ദനന്ദനന്ദം അനന്തനന്ദ ആനന്ദനന്ദനന്ദം അനന്തനന്ദം ആനന്ദനന്ദനന്ദം അനന്തനന്ദ ആനന്ദനന്ദനന്ദം. സംഗീതം സംഗീതം സംഗീതം. അമ്പ്രാ തിളച്ച മഴ പെയ്ത് അമ്പ്രാ തിളച്ചമഴയല്ലടോ, ഏൻ പാടിയപ്പോ തിളച്ച മഴ പെയ്ത് അമ്പ്രാ തിളച്ചമഴയല്ല. രാത്രിക്കുട്ടിക്ക് പാട്ട് കേട്ട് പൊറുതിമുട്ടിയിട്ട് അവിടെ തിളച്ചോളം കോരി ഒഴിച്ചതാ. ഓടി രക്ഷപ്പെട്ടോ. ഏയ്, കോരനെങ്ങടാ പോണത്? അവിടെ ഇരിക്ക. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എന്താ അമ്പ്രാ? നിനക്കൊരു മകനുണ്ടല്ലോ, കൊശവൻ. ഔ, അവനിപ്പോ എന്ത് ചെയ്യണു? ഓ, മൂത്ത മകന്റെ കാര്യമൊന്നും പറയണ്ട അമ്പ്രാ. എന്ത് പറ്റി? പുള്ളി പോയമ്പ്രാ, പുള്ളി പോയമ്പ്രാ. ആ കൊശവന്റെ കാര്യം ഇപ്പൊ എങ്ങനെയാ? പാടുണ്ടായിരുന്നു അമ്പ്രാ. പെട്ടെന്ന് പറഞ്ഞോളൂ, രാത്രിക്ക് ഇനി പ്രാന്തളകരുത്. ഓമ്പ്രാ, മകന്റെ കാര്യമൊന്നും പറയണ്ട അമ്പ്രാ. അവൻ ഭയങ്കര കുസൃതി അമ്പ്രാ. അവൻ ഇന്നാള് നോക്കുമ്പോഴമ്പ്രാ ഒരു പെങ്കൊച്ചിനെ വിളിക്കൊണ്ട് വന്നേക്കണം അമ്പ്രാ വീട്ടില്. 2 ദിവസമായിട്ടും പെണ്ണ് പോണില്ല അമ്പ്രാ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞേ, എന്നാ നമ്മക്ക് ആ പെണ്ണിനെ അങ്ങോട്ട് കെട്ടാലോ എന്ന് ചോദിച്ചമ്പ്രാ. അപ്പൊ അവൻ പറയുവാ അതെന്റെ പെങ്ങളെ പോലെയാണെന്ന്. ചോദിച്ചു കഴിയുമ്പോ മണ്ടത്തിൽ പോയിപ്പോ അമ്പ്രാ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വേറൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നമ്പ്രാ. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചമ്പ്രാ, എന്നാ ആ പെണ്ണിനെ കെട്ടിയാലോ എന്ന്. അപ്പൊ മകാൻ പറയണമ്പ്രാ, ആ പെണ്ണ് ഇവൻ ആങ്ങളെനെ പോലെയാണ് കാണുന്നമ്പ്രാ. ഇതെല്ലാം പോട്ടെ അമ്പ്രാ. ഇന്നലെ വേറൊരുത്തിനെ വിളിച്ചുകൊണ്ട് വന്നേക്കണു കുടില്. ഇതെന്തായാലും ഞാൻ 2 ദിവസം കഴിഞ്ഞും ചോദിക്കില്ല, ഒരാഴ്ച കഴിഞ്ഞും ചോദിക്കില്ല അമ്പ്രാ. ഒരു 10 മാസം കഴിഞ്ഞ അമ്പ്രാ ഞാൻ ചോദിക്കൊള്ളു. അപ്പൊ ഇവൻ എന്തു പറയുമെന്ന് നോക്കണമല്ലോ അമ്പ്രാ. ഇവൻ കെട്ടുമെന്നൊന്ന് എനിക്കറിയണം. അപ്പൊ പിന്നെ അവനെ കൊണ്ട് അവളെ കെട്ടിക്കേണ്ടി വരില്ല. അവന്റെ കൊച്ചിന്റെ 28 കെട്ടിച്ചാൽ മതി. എന്നാ അമ്പ്രാൻ കൊച്ചിന്റെ 28-ന് വരണോട്ടോ അമ്പ്രാ. നിന്റെ കൊച്ചിന്റെ 28-ന് നാം എന്തിനാ വന്നത്? അവൻ ഇന്നലെ വിളിച്ചോണ്ട് വന്നതേ അമ്പ്രാന്റെ ഇളയ മോളേണ് അമ്പ്രാ. നമ്മൾ സ്വന്തക്കാരാകാൻ പോകേണ്ട അമ്പ്രാ.